ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ സർക്കാരിനും നേതൃത്വത്തിനും നേരെ വിമർശനം. സർക്കാരിനും പാർട്ടിക്കും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രതിരോധിക്കാൻ ഇറങ്ങുന്നില്ല. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കണമെന്ന് ചർച്ചയിൽ പ്രതിനിധികൾ. പി ദിവ്യക്കും ഇ ജയരാജനും നേരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് പ്രതിനിധികൾ. വിശദാംശങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? കഴിഞ്ഞ ദിവസമാണ് CPIM-ന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ആരംഭിച്ചത്. വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് പാർട്ടി ജില്ലാ നേതൃത്വത്തിന് നേരെ ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും സമീപത്തുണ്ടായ CPIM-ൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തന്നെയാണ് വലിയ തരത്തിലുള്ള വിവാദമായി ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും പാർട്ടിയുടെ നേതൃനിരയിലുള്ളവർ പാർട്ടി വിട്ടു പോകുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം BJP പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ആലപ്പുഴ ജില്ലയിൽ വളരുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കുന്ന തരത്തിലും വലിയ ചർച്ചകൾ ഉണ്ടായി. മാത്രവുമല്ല, മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഒപ്പം അപവാദ പ്രചരണങ്ങളും ഉണ്ടാകുമ്പോഴും അതിനെ പ്രതിരോധിക്കുന്നതിന് പകരം നോക്കി നിൽക്കുന്ന പാർട്ടി നേതാക്കന്മാരെയാണ് ജില്ലയിൽ കാണുന്നതെന്നും വലിയ തരത്തിൽ വിമർശിച്ചു. ഒപ്പം ഇപ്പോഴും പാർട്ടിയിൽ വ്യക്തിപൂജകൾ നടക്കുന്നുണ്ട്. ചില വ്യക്തികൾ കേന്ദ്രീകരിച്ച് തുരുത്തുകളായി പ്രവർത്തിക്കുന്ന CPM നേതാക്കന്മാർ ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ചുണ്ടെന്നും ഏതാനും പ്രതിനിധികൾ വലിയ തരത്തിൽ വിമർശനം ഉന്നയിച്ചു. ഒപ്പം പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ പോരായ്മകൾ മൂലമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തരത്തിൽ കാര്യമായ വോട്ട് വർധനയ്ക്ക് വഴിവെച്ചതെന്നും വിമർശനമുണ്ടായി. ഇന്നും പ്രതിനിധി ചർച്ചകൾ മുന്നോട്ട് നടക്കും. നാളെയാണ് പാർട്ടി സമ്മേളനം സമാപിക്കുക. എന്തായാലും പാർട്ടി ജില്ലാ നേതൃത്വത്തിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നവർ തന്നെ ഇത്തവണ ജില്ലാ സമ്മേളനത്തിലേക്ക് എത്തും. എന്നാൽ പ്രായപരിധികൾ പരിഗണിച്ചുകൊണ്ട് ഏതാനും നേതാക്കന്മാരെ ജില്ലാ നേതൃത്വത്തിൽ നിന്നും ഒഴിവാക്കാനും യുവതലമുറയ്ക്ക് മുൻഗണന നൽകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയ തരത്തിലുള്ള പിന്തുണയാണ് ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ അറിയിച്ചത്. ഇവരുടെയും പ്രവർത്തനങ്ങൾ എടുത്തു പറയത്തക്കതാണെന്ന് പറഞ്ഞു. അതേസമയം ആരോഗ്യവകുപ്പിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും കാര്യത്തിൽ ചില പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ആഭ്യന്തര വകുപ്പിന്റെ ചില പ്രവർത്തനങ്ങളിൽ വലിയ തരത്തിലുള്ള അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. ഒപ്പം ആരോഗ്യവകുപ്പിന് എതിരെ നാൾക്കുനാൾ വലിയ തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിന് കാര്യമായ ശ്രമം മന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നില്ല എന്ന ആരോപണമുണ്ട്. വലിയ തരത്തിൽ ഉള്ള ആരോപണങ്ങൾ പാർട്ടിയിലെ ഏരിയ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും കുട്ടനാട്, കായംകുളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന CPIM നേതാക്കന്മാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുവാൻ ജില്ലാ നേതൃത്വം വൈമനസ്യം കാണിക്കുന്നു എന്ന് തന്നെയാണ് ചില നേതാക്കന്മാർ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഈ മുഖ്യമന്ത്രിയെയും ഒപ്പം മന്ത്രി സജി ചെറിയാനെയും പിന്തുണച്ച പ്രതിനിധികൾ വലിയ തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചത് EP ജയരാജനെതിരെയായിരുന്നു. EP ജയരാജൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പാർട്ടി വിരുദ്ധ പ്രവർത്തനം, പ്രത്യേകിച്ച് പ്രകാശ് ജാവദേക്കറിനെ പോലുള്ള BJP നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് കേന്ദ്ര കമ്മിറ്റി അംഗമായ CPM നേതാവ് ആയ EP ജയരാജനെതിരെ കാര്യമായ തരത്തിൽ നടപടി ഉണ്ടായില്ല. അതേസമയം ആരോപണ വിധേയായ BP ദിവ്യക്കെതിരെ നടപടിയെടുത്തത് അംഗീകരിക്കാനാകില്ല എന്നും ചില പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്ത് അഭിപ്രായം മുന്നോട്ട് വെച്ചു. ചർച്ച ഇന്നും കൂടി പുരോഗമിക്കും.